എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. ഇത് നമ്മുടെ സോപ്പ് മേക്കിംഗ് സീരീസിൽ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. കസ്തൂരി മഞ്ഞൾ കഷായം കുറുക്കി എങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കാം എന്നുള്ളത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോപ്പ് മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇവിടെ നമ്മൾ ഡ്രൈഡ് കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് അരച്ചിട്ട് അതിനെ കഷായം കുറുക്കി എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടിയത് ഈ ഉണങ്ങിയ കസ്തൂരി മഞ്ഞൾ. ഇതാണ് ഉണങ്ങിയ കസ്തൂരി മഞ്ഞൾ. ഇതായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തലേദിവസം നമ്മൾ ഇതിനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തലേദിവസം സോക്ക് ചെയ്ത കസ്തൂരി മഞ്ഞളാണ്. DM വാട്ടറിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ DM വാട്ടർ തന്നെ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. റെഗുലർ വാട്ടറിൽ, നോർമൽ വാട്ടറിൽ പരമാവധി ചെയ്യേണ്ട, DM വാട്ടറിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ അരച്ചെടുക്കാം. നമ്മളിതാ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ചും കൂടി വെള്ളം DM വാട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു പാൽപാത്രത്തിലോട്ട് അതിനെ മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇത് അരച്ചെടുത്ത കസ്തൂരി മഞ്ഞളിനെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വറ്റി നല്ല കുറുകി വരണം. അപ്പം അതുവരെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ വറ്റി തുടങ്ങി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. നമുക്ക് പതുക്കെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കസ്തൂരി മഞ്ഞളിൻ്റെ സൂപ്പ് എല്ലാവരും കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ വെച്ചിട്ട് ചെയ്യുന്നതാണ് കണ്ടിരിക്കുന്നത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളിത് കുറുക്കിയെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ശേഷമാണ് ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഒരു കോട്ടൺ ക്ലോത്തും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെഷറിംഗ് കപ്പിലോട്ടാണ് അരിച്ചെടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയിട്ട് വേണം ഇതിൽ എത്രത്തോളം പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം എന്നുള്ളത് നോക്കാൻ. നമ്മൾ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 50 ml കഷായം കുറുക്കിയത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ 50 ml സോപ്പ് നമ്മൾ ഒരു സോപ്പിലോട്ട് 100 ഗ്രാമിൻ്റെ ഒരു സോപ്പ് ചെയ്യുമ്പോൾ 2 ml ഈ ജ്യൂസ് ഇത് അതിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എത്ര 25 സോപ്പ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ബൾക്കായിട്ടുള്ളൊരു ഓർഡർ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇത് ഒറ്റയടിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് സേവ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നുണ്ട്. സോഡിയം ബെൻസോയേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. സോഡിയം ബെൻസോയേറ്റ് 50 ml കഷായമാകുമ്പോൾ 1 ഗ്രാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വിടണം. ഈ ഒരു കഷായം കുറുക്കിയത് നമുക്കൊരു 3 മാസം വരെയും ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാം. ആവശ്യാനുസരണം സോപ്പിലോട്ട് ആഡ് ചെയ്യാം. മിക്സായി വന്നിട്ടുണ്ട്. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 100 ഗ്രാമിൻ്റെ 2 സോപ്പാണ്. അപ്പം ഞാൻ 210 ഗ്രാം സോപ്പ് ബേസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള മിക്സ്ചറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ 2 സോപ്പിലോട്ട് നമുക്ക് 4 മുതൽ 5 ml വരെ ഈ ഒരു ഡീകോക്ഷൻ, ഈ ഒരു കഷായം കുറുക്കിയത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു 4 മുതൽ 5 ml വരെ ഇത് ഒരു അളവ് പാത്രത്തിൽ എടുക്കുന്നുണ്ട്. ഒരു 5 ml താഴെയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ആൽമണ്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഉള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിൻ, ഇനി ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്.
ഞാനപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് സോപ്പ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ബോയിൽ ചെയ്യണം. നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സോപ്പ് ബേസ് നമുക്ക് ഇതിലോട്ട് മാറ്റാം. ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വെക്കാം. സോപ്പ് ബേസ് ഇതാ മെൽറ്റായി വരുന്നുണ്ട്. ഇതാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. നമ്മൾ ഒന്നുകൂടി വ്യക്തമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. സോപ്പ് ബേസ് ഇതാ ഫുള്ളി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മിക്സ്ചർ ആഡ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ്ചർ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. സോപ്പിന് നല്ലൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇനി അതിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യണം. മഞ്ഞളുടെ ഫ്രാഗ്രൻസ് ആണ് 200 ഗ്രാം, അതായത് 2 സോപ്പിലോട്ട് 2 ml ആഡ് ചെയ്യും. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഫില്ലർ യൂസ് ചെയ്ത് മെഷർ ചെയ്തെടുക്കുക. നമുക്കിത് 100 ഗ്രാമിൻ്റെ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മോൾഡിലോട്ട് മാറ്റാം. നമുക്കൊരു 1 hour സെറ്റായി കിട്ടും. അതിനുശേഷം ഇത് അൺമോൾഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ 1 hour ശേഷം നമ്മുടെ സോപ്പ് ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അൺമോൾഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ സോപ്പ്. നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ കസ്തൂരി മഞ്ഞളുടെ കഷായം ആഡ് ചെയ്തിട്ട് കിട്ടിയ കളറാണിത്. ഈ ബാക്കിലുള്ള ബബിൾസ് റബ്ബിംഗ് ആൽക്കഹോൾ വെച്ചിട്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ 2 സോപ്പ്. ഇന്നത്തെ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. മാക്സിമം ഷെയർ ചെയ്യുക. മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക. ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് വനിതകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെയും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. പുതിയ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.